ഹലോ ഫ്രണ്ട്സ്, AG പ്ലസ് പോയിൻ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മുർഗി ഉർഫ് ബുലാക്കി എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 4 ആണ്. ഉസ്കെ രൂപക്കോ ദേക്കർ മേം കൗത്തിതി എന്ന് പറഞ്ഞാൽ അവളുടെ സൗന്ദര്യം കണ്ട് പറയുമായിരുന്നു, മുർഗി കിസ്കെ കാൻമേ പടേങ്കി, ആരുടെ കാതിൽ കമ്മലാകും. ജബ് മുർഗി വാപ്പസ് ആയേ മുझसे कहने लगी, അവൾ മടങ്ങി വന്നപ്പോൾ എന്നോട് പറഞ്ഞു, മുझे किसी ने कानों में पहना था, എന്നെ ഒരാൾ കാതിലണിഞ്ഞിരുന്നു എന്നും. പർ ഫിർ ഉസ്കെ കാൻ ഫട്ട് ഗയ എന്ന് പറഞ്ഞാൽ ആ കാതിൽ അണിഞ്ഞിരുന്ന ആളുടെ കാത് ചീന്തിപ്പോയിന്നു. ക്യാ ജാനെ, ആർക്കറിയാം, മേരാ ബോഷ് ഈ സ്യാദാഹോ, എൻ്റെ ഭാരം അധികമായിരുന്നോന്നു. ഇവിടെ വാപ്പസാന മീനിങ് മടങ്ങി വരിക, ഫട്ന കീറുക, ബോഷ് എന്ന് പറഞ്ഞാൽ ഭാരം. കുമാർ കി ആങ്കെ ബർ ആയി എന്ന് പറഞ്ഞാൽ കുമാറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്ന്. ഷായദ് മർദ് ജാത് കി കോയി ലാജ് രഖനെ കെ ലിയെ, ഷായദ് മർദ് ജാത് കി കോയി ലാജ് രഖനെ കെ ലിയെ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആൺവർഗത്തിൻ്റെ മാനം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അവൻ കരയാണ്ടിരുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. മാ ഇസ്ലിയെ തുമ്നെ മേരി ഇസ് വർഷഗാഡ് പർ എന്ന് പറഞ്ഞാൽ അമ്മേ, അതുകൊണ്ടാണോ എൻ്റെ ഇത്തവണത്തെ പിറന്നാളിൽ മുझसे प्रण लिया था എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ചത്. कि मैं मुर्गी को उसके जीते जी कभी इस कोठरी में से नहीं निकालूंगा. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, മുർഗി ജീവനോടെ ഇരിക്കുവോളം അവളെ മുറിയിൽ നിന്ന് ഇറക്കി വിടരുതെന്ന് അമ്മ മകനെ കൊണ്ട് പ്രതിജ്ഞ ഏൽപ്പിച്ചു വന്നു. ഇവിടെ സൈഡിൽ 2 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് നമുക്ക് വായിച്ചു നോക്കാം. ഷായദ് മർദ് ജാതിക്ക് കോയി രാജ് രഖനെ കെ ലിയെ എന്ന് പറഞ്ഞാൽ പുരുഷവർഗത്തിൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയാകാം. അപ്പോൾ അടുത്ത വരി എന്താണ്, കുമാർക്ക് ചരിത്രയ്ക്ക് കോൺസി വിശേഷത യഹാം പ്രകട് ഹോത്തി ഹെ, കുമാർ എന്ന കഥാപാത്രത്തിൻ്റെ ഏത് സ്വഭാവമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്, പ്രകടമാകുന്നത്. ഹാ കുമാർ, അതേ കുമാർ, ഇസ്ലിയെ മേനെ തുझसे प्रण लिया था, അതുകൊണ്ടാണ് നിന്നെ കൊണ്ട് ഞാൻ സത്യം ചെയ്യിപ്പിച്ചതെന്ന്. ഉസ്കെ മർദിനെ ജബ് ഉസ്കെ ഘർ കി ചാബി ഉസ്കെ പല്ലെ സെ ഗോൽ ലീ दी, ഉസ്കെ മർദിനെ എന്ന് പറഞ്ഞാൽ അവളുടെ കെട്ടിയവൻ, ജബ് ഉസ്കെ ഘർ കി ചാബി എന്ന് പറഞ്ഞാൽ അവളുടെ വീടിൻ്റെ താക്കോല്, ഉസ്കെ പല്ലെ സെ ഗോൽ ലീ दी, പല്ലെ എന്ന് പറഞ്ഞാൽ തുണിത്തുമ്പിൽ നിന്ന് അഴിച്ചെടുത്തപ്പോൾ, മേനെ ഇസ് കോട്ടറി കി ചാബി, മേനെ ഇസ് കോട്ടറി കി ചാബി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മുറിയുടെ താക്കോല് ഉസ്കോ പകടാത്തെ ഉയെ കഹാദ, അവൾക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞിരുന്നു. കി മേരെ ജീത്തെ ജി, ഞാൻ ജീവിച്ചിരിക്കുവോളം, കബി കോയി തുझसे യഹ് ചാബി നഹി ചീനേങ്ക, ആരും ഈ താക്കോൽ നിൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കില്ലെന്നു. ചീന മീനിങ് തട്ടിയെടുക്കുക. और कुमार आज जब मैंने उसकी मरी को नहलाया, മരി കോ നഹ്ലാന മീനിങ് മൃതദേഹം കുളിപ്പിക്കുക. ഇന്ന് ഞാൻ അവരുടെ മൃതദേഹം കുളിപ്പിച്ചപ്പോൾ, ഇസ് കോട്ടരിക്ക് ചാബി ഉസ്കെ നെഫെ മേ ഗംസി ഉയീതി, ഇപ്പോൾ മീനിങ് എന്താണ്, മുറിയുടെ താക്കോല് അവളുടെ തുണിക്കുത്തിൽ തിരികെയിരിക്കുന്നത് കണ്ടുവന്നു. നെഫ മീനിങ് പൈജാമയുടെയും മറ്റും മുകൾ ഭാഗത്തുള്ള കെട്ടുചരടിടുന്ന ഭാഗം. ഗോംസ്ന എന്ന് പറഞ്ഞാൽ തിരുകുക. ഉസ്കെ മാംസസെ ചിപ്പക് ഗയിതി, ഉസ്കെ മാംസസെ ചിപ്പക് ഗയിതി എന്ന് പറഞ്ഞാൽ അവളുടെ മാംസത്തോട് ഒട്ടിപ്പിടിച്ചിരുന്നു. ചിപ്പക്ന മീനിങ് ഒട്ടുക. ഇസ് ചാബീനെ ഈ താക്കോല് ഉസ്കി ദേഹ് പർ അവളുടെ ദേഹത്തെ ജക്കം കർ ദിയാ ദ എന്ന് പറഞ്ഞാൽ മുറിവേൽപ്പിച്ചിരുന്നു. ജക്കം മീനിങ് വൂണ്ട്, മുറിവ്. പർ ഉസ്നെ ജീത്തെ ജി എന്ന് പറഞ്ഞാൽ പക്ഷേ അവൾ ജീവിച്ചിരിക്കെ, ഇസ് ചാബിക്കോ അപ്പനെ മാംസസെ നഹി ഉതാര, ഇസ് ചാബിക്കോ ഈ താക്കോല് അപ്പനെ മാംസസെ നഹി ഉതാര എന്ന് പറഞ്ഞാൽ അവളുടെ മാംസത്തിൽ നിന്ന് വേർപെടുത്തിയില്ല. മുർഗി ബുലാക്കി യക് ഔരത്ത്, മുർഗി ബുലാക്കി ഒരു സ്ത്രീ. രാജവന്തി ഐസെ റോയി ജൈസെ ഉസ്കി ആങ്കോ മേ മുർഗി കെ ആंसू मिले हुए थे, और सिर्फ मुर्गी के नहीं सारी औरत जाति के आंसू मिले हुए थे. രാജവന്തി ഐസെ റോയി ജൈസെ ഉസ്കി ആങ്കോ മേ മുർഗി കെ ആंसू मिले हुए थे എന്ന് പറഞ്ഞാൽ മുർഗിയുടെ കണ്ണീർ രാജവന്തിയുടെ കണ്ണീരിനോട് കൂടി ചേർന്നതുപോലെ അവർ കരഞ്ഞു. പിന്നീട് പറയുകയാണ്, ഓർ സിർഫ് മുർഗി കെ നഹി സാരി ഔരത് ജാതി കെ ആंसू मिले हुए थे, മുർഗിയുടെ മാത്രമല്ല പെൺവർഗത്തിൻ്റെ എല്ലാം കണ്ണീർ ഒത്ത് ചേർന്നിരുന്നു. നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.